Good morning, students. We are going to discuss about the topic blotting techniques. So, what is blotting? So, blot is the technique for transferring DNA, RNA, and proteins into a carrier. So, they can be separated and often follow the use of a gel electrophoresis. The southern blot is used for transferring DNA, northern blot for RNA, and western blot for protein. അപ്പം ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് DNA-നെയും RNA-നെയും പ്രോട്ടീൻ്റെയും ഒരു കരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാണ്? ഇവരെ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ഇലക്ട്രോഫോർസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ DNA-നെയും RNA-നെയും പ്രോട്ടീൻ്റെയും ഒരു കരിയറിലേക്ക് ബ്ലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോട്ടിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഇതിൻ്റെ സെപ്പറേഷൻ നടത്താം. അപ്പോൾ സാധാരണ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത് DNA-ൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. നോർത്തേൺ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത് RNA-ൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. വെസ്റ്റേൺ ബ്ലോട്ട് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഇപ്പം 3 ടൈപ്പ് ബ്ലോട്ടിങ്സ് ആണുള്ളത്. സാധാരണ ബ്ലോട്ട് DNA-നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നോർത്തേൺ ബ്ലോട്ട് RNA-നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. വെസ്റ്റേൺ ബ്ലോട്ട് പ്രോട്ടീനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സാധാരണ ബ്ലോട്ടിംഗ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് സർ എഡ്വേർഡ് സദേൺ. This method involves separation, transfer, and hybridization. It is a method routinely used in molecular biology for detection of specific DNA sequence in DNA sample. അപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിന് എന്തൊക്കെയുണ്ട്? DNA-ൻ്റെ സെപ്പറേഷൻ ഉണ്ട്, DNA-ൻ്റെ കരിയറിലേക്കുള്ള ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ അതിൻ്റെ ഹൈബ്രൈസേഷൻ ഉണ്ട്. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെക്നിക്കാണ്. അതായത് DNA-ൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് മോളിക്കുലർ ബയോളജിയിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ടെക്നിക്കാണ് സദേൺ ബ്ലോട്ടിംഗ്. ഇപ്പോൾ സദേൺ ബ്ലോട്ടിംഗ് കമ്പൈൻസ് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഫോർ സൈസ് സെപ്പറേഷൻ ഓഫ് DNA ബേസ്ഡ് ഓൺ സൈസ് വിത്ത് മെത്തേഡ്സ് ടു ട്രാൻസ്ഫർ സൈസ് സെപ്പറേറ്റഡ് ഇൻടു എ ഫിൽട്ടർ ഫോർ പ്രോബ് ഹൈബ്രൈസേഷൻ. ഇപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം തന്നെ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തിയിട്ട് സൈസിൻ്റെ ബേസിൽ DNA-നെ സെപ്പറേറ്റ് ചെയ്യുക. ഇനി അതിനൊരു ഇലക്ട്രോഫോറസിന് ശേഷം അതിനൊരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഫിൽട്ടർ മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോബ് വെച്ച് ഹൈബ്രൈസ് ചെയ്യുക. അപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ആദ്യം DNA-നെ ഇലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? അതിനെ ഒരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അതിനെ പ്രോബ് വെച്ച് ഹൈബ്രൈസ് ചെയ്യുക. Hybridization is the process of forming a double-stranded DNA molecule between a single-stranded DNA probe and a single-stranded target DNA. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മെംബ്രെയിനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കരിയറിലുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-യും നമ്മൾ കൊടുക്കുന്ന പ്രോബിലുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-യും കൂടി ബൈൻഡ് ചെയ്തിട്ട് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്യും. ഇതാണ് ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾ DNA ഹൈബ്രിഡൈസേഷനിൽ പഠിച്ചതല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ദി മിക്സ്ചർ ഓഫ് മോളിക്യൂൾസ് ഈസ് സെപ്പറേറ്റഡ്. ദെൻ ദി മോളിക്യൂൾസ് ആർ ഇമ്മൊബിലൈസ്ഡ് ഓൺ എ മെട്രിക്സ് ഓർ carrier. The probe is added to the matrix to bind the molecules and any unbound probes are then removed. The place where the probe is connected corresponding to the location of immobilized target molecule. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ DNA-നെ എടുത്തിട്ട് ഒരു മെട്രിക്സിൻ്റെ മുകളിൽ ഇമ്മൊബിലൈസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് പ്രോബ് ആഡ് ചെയ്യുക. അപ്പോൾ പ്രോബ് വന്നിട്ട് ഈ DNA-നോട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അൺബൗണ്ട് ആയിട്ടുള്ള പ്രോബിനെ നമ്മൾ വാഷ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്സിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ DNA-ൻ്റെ പൊസിഷൻ പറയുന്നതാണ്. ഇതാണ് സദേൺ ബ്ലോട്ടിൻ്റെ സെറ്റപ്പ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ട്, അതിനകത്ത് നമ്മുടെ ബഫറുണ്ട്, പിന്നെ ജെല്ലുണ്ടാവും, അഗ്രോസ് ജെല്ലിൻ്റെ മുകളിലാണ് DNA ഉണ്ടാകുക. ഈ അഗ്രോസ് ജെല്ലിൻ്റെ മുകളിലെ DNA ആണ് നമ്മൾ ബ്ലോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും, പിന്നെ 3 ഷീറ്റ് ഫിൽറ്റർ പേപ്പർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ മുകളിൽ കുറേ പേപ്പർ ടിഷ്യൂസ് വെക്കണം, പിന്നെ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റും അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെക്കണം.
അപ്പോൾ സ്റ്റെപ്സ് ഇൻ സദേൺ ബ്ലോട്ടിംഗ് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഡൈജസ്റ്റ് ദി DNA with a restriction enzyme. Then we have to separate these fragments by agarose gel electrophoresis according to their size. In the third step, these fragments in the gel are denatured with alkali. Then it is transferred into a nitrocellulose filter or nylon membrane by blotting. Then we will hybridize this nitrocellulose filter with a radio-labeled DNA probe, and the probe hybridizes to the complementary DNA restriction fragment. The excess probe is washed away and the bound probe can be detected by autoradiography. അപ്പോൾ ആദ്യം തന്നെ എന്താ സദേൺ ബ്ലോട്ടിങ്ങിലെ സ്റ്റെപ്പ്, നമുക്ക് കിട്ടിയ സാമ്പിൾ, നമുക്ക് കിട്ടിയ DNA സാമ്പിളിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിലുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അഗറോസ് ജെൽ എലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം, ഈ ഫ്രാഗ്മെൻറ്റ്സിനെ, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ ഫ്രാഗ്മെൻറ്റ്സിനെ ഡീനേച്ചർ ചെയ്യണം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കണം വിത്ത് ആൽക്കലി. ഇനി അതിനെ ഒരു ബ്ലോട്ടിംഗ് മെമ്പറിലേക്ക് ബ്ലോട്ട് ചെയ്യുക, അതായത് നൈലോണോ അല്ലെങ്കിൽ ഒരു നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ മെമ്പറിനിലേക്കോ ഇതിനെ ബ്ലോട്ട് ചെയ്യുക. ബ്ലോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്രോബ്സ് ആഡ് ചെയ്യുക. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രോബ്സ് വന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സീക്വൻസിനോട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഒരു എക്സ്റേ ഫിലിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ റേഡിയോഗ്രഫി വഴി നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആപ്ലിക്കേഷൻ മെയിൻലി ഇൻ ജീൻ ഡിസ്കവറി, മാപ്പിംഗ്, ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ്, ഡയഗ്നോസ്റ്റിക്സ്, ഫോറൻസിക്സ്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഒരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ, ഒരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനും, പിന്നെ DNA പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനും, പിന്നെ ജനറ്റിക് പാറ്റേൺ അനലൈസ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നോർത്തേൺ ബ്ലോട്ടിംഗ്. നോർത്തേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് RNA. ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ ജെയിംസ് ആൽവിൻ ആൻഡ് ജോർജ് സ്റ്റാർക്കാണ്. ഇപ്പോൾ നോർത്തേൺ ബ്ലോട്ടിലെ സ്റ്റെപ്പ് നോക്കാം. ആദ്യം RNA ഐസൊലേറ്റ് ചെയ്യും ഫ്രം ബയോളജിക്കൽ സാമ്പിൾസ്. നെക്സ്റ്റ് ഈ RNA സാമ്പിൾസ് നമ്മൾ ജെല്ലിലേക്ക് ലോഡ് ചെയ്യും, അഗറോസ് ജെല്ലിലേക്ക്. ഇപ്പോൾ സൈസിൻ്റെ ബേസിൽ നേരത്തെ DNA സെപ്പറേറ്റ് ചെയ്ത പോലെ തന്നെ ഇവർ സെപ്പറേറ്റ് ചെയ്ത് വരും. ഇനി ഇതിനെ ഒരു നൈലോൺ മെമ്പറിനിലേക്ക് ബ്ലോട്ട് ചെയ്യണം. ബ്ലോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ലേബിൾഡ് പ്രോബ് ആഡ് ചെയ്യും, അതായത് റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് പ്രോബ് ആഡ് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ വാഷ് ചെയ്യും, അൺബൗണ്ട് പ്രോബ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യും. ഇപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിന് അതേ സ്റ്റെപ്പ് തന്നെയാണ് നോർത്തേൺ ബ്ലോട്ടിങ്ങിനും. അപ്പോൾ ഇതിൽ DNA പകരം RNA യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ RNA ആദ്യം ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ RNA സാമ്പിളിനെ നമ്മൾ എന്തിലേക്ക് ലോഡ് ചെയ്യണം, ജെല്ലിലേക്ക് ലോഡ് ചെയ്യണം. ജെല്ലിലേക്ക് ലോഡ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്ത് വരും. അതിനുശേഷം അതിനെ ഒരു നൈലോൺ മെംബ്രെയിനിലേക്ക് ബ്ലോട്ട് ചെയ്യണം. അപ്പോൾ സദേൺ ബ്ലോട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പറാണ്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നൈലോൺ മെംബ്രെയിനാണ്. അപ്പോൾ ബ്ലോട്ടിങ്ങിന് ശേഷം അതിലേക്ക് പ്രോബ് ആഡ് ചെയ്യുക. പ്രോബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺബൗണ്ടഡ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതിന് ജീൻ എക്സ്പ്രഷൻ ലെവൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ mRNA ട്രാൻസ്ക്രിപ്റ്റ് സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ RNA ഡീഗ്രഡേഷൻ, RNA സ്പ്ലൈസിംഗ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഹാഫ് ലൈഫ് ഓഫ് ദി RNA അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ട്രാൻസ്ജനിക് മൈസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ നോർത്തേൺ ബ്ലോട്ടിൻ്റെ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇസ് an immunoblotting technique which relies on specificity of a protein binding between a protein of interest and a probe. Western based technique is used for western blotting. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടിങ് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ എന്തിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് പ്രോട്ടീൻസും സ്പെസിഫിക് പ്രോബ്സും തമ്മിലുള്ള ബൈൻഡിങ്ങിൻ്റെ ബേസിസിലാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മെസ്ഡിയസ് പേജാണ്.
അപ്പോൾ എന്തൊക്കെയാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ സ്റ്റെപ്സ്? ആദ്യം തന്നെ പ്രോട്ടീൻ സാമ്പിളിനെ SDS പേജ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇനി അതിനെ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ബ്ലോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് BSA ബൊവൈൻ സെറം ആൽബുമിനെ ആഡ് ചെയ്യും. അതായത് ബൈൻഡ് ചെയ്യാത്ത സ്ഥലത്ത്, അതായത് ഈ പ്രോട്ടീന് ബൈൻഡ് ചെയ്യാത്ത സ്ഥലത്ത് പോയിട്ട് BSA വന്ന് ബൈൻഡ് ചെയ്യും. ഇനി ഇതിനെതിരെയുള്ള, അതായത് പ്രോട്ടീൻ്റെ എതിരെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആഡ് ചെയ്യും. ഇനി ഈ ആൻറ്റിബോഡിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്കൻഡറി ആൻറ്റിബോഡീസ് ആഡ് ചെയ്യും. ആ സെക്കൻഡറി ആൻറ്റിബോഡീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളൊരു എൻസൈം വെച്ചിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സബ്സ്ട്രേറ്റ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. അപ്പം പ്രോട്ടീനെ നമ്മൾ ആദ്യം SDS പേജ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇനി അതിനെ ഒരു നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ബ്ലോട്ട് ചെയ്യുക. ബ്ലോട്ട് ചെയ്തതിന് ശേഷം ബൈൻഡ് ചെയ്യാത്ത, നമ്മുടെ പ്രോട്ടീന് ബൈൻഡ് ചെയ്യാത്ത സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തൊക്കെ BSA വെച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഇനി ഇതിലേക്കൊരു പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു എൻസൈം വെച്ച് ലേബിൾ ചെയ്ത സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്യുക. ഇനി ഈ സെക്കൻഡറി ആൻറ്റിബോഡി ഒരു എൻസൈം വെച്ചിട്ടാണ് ലേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് കൊടുക്കുമ്പോൾ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് HIV ടെസ്റ്റ്, HIVൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈം ഡിസീസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.